കഴിഞ്ഞ ദിവസം മലയാളി പ്രേക്ഷകർ മുഴുവൻ ഞെട്ടിയത് ഒരു ഞെട്ടിക്കുന്ന വാർത്ത കേട്ടു തന്നെയാണ്. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാനായ CJ റോയ് അന്തരിച്ചു എന്ന വാർത്ത. അദ്ദേഹം സ്വയമേ തന്റെ തോക്കുപയോഗിച്ച് ബാംഗ്ലൂരിലെ ഒരു ഓഫീസിൽ വെച്ച് സ്വയമേ ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയാണ് പുറത്തു വന്നത്. വാർത്ത കണ്ട മലയാളികൾ ആദ്യമൊന്ന് ആരും തന്നെ വിശ്വസിക്കാൻ സമയമെടുത്തു കാണും. കാരണം CJ റോയെ പോലുള്ള സമ്പന്നനും ഇത്രയുമധികം ആരാധകരുമുള്ള ഒരു മനുഷ്യൻ എന്തിന് ആത്മഹത്യ ചെയ്തു? ഇതൊരു വലിയൊരു ചോദ്യം തന്നെയാണ്. ആരും തന്നെ ആത്മഹത്യയാണെന്ന് വിശ്വസിക്കുന്നില്ല. അദ്ദേഹം ഇത്രയും വലിയൊരു കടുങ്കൈ ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുമില്ല. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണം വെറും ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്ന് വാദിച്ച് രാഹുൽ ഈശ്വർ രംഗത്ത് വന്നിരിക്കുന്നു. കൊലപാതകം എന്ന് പറയുമ്പോൾ ഒരാൾ വെടിവെച്ചു കൊന്നു എന്നല്ല അർത്ഥം. പക്ഷേ ഒരുപാട് ഏജൻസികളുടെ കളിയാണ് ഇതിനിടയിൽ നടന്നിരിക്കുന്നത് എന്നാണ് രാഹുൽ ഈശ്വർ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് ഏജൻസികൾ ഇതിനിടയിൽ കളിക്കുന്നുണ്ട്. പലരുടെയും മനുഷ്യരുടെ ജീവന് പോലും ഇത്രയധികം ഭീഷണിയുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. CJ റോയെ പോലുള്ള ഒരു സമ്പന്നൻ ഇത് പെട്ടിരിക്കണം എന്നിരുന്നെങ്കിൽ മറ്റു എത്ര പേർ ഇതുപോലെ കുടുങ്ങിക്കാണും. മലയാളികളെ മുഴുവൻ ഞെട്ടിച്ച ഈ ഒരു വാർത്തയിലൂടെ തന്നെ ഇത് വലിയ രൂപത്തിൽ തന്നെ പുറത്തു വരികയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം നന്നായി അറിയാൻ സാധിക്കും. അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ് എന്നും അദ്ദേഹം തൻ്റെ കൂടെയുള്ളവരെയോ അല്ലാത്തവരെയോ ഒന്നും തന്നെ ഇന്നേ വരെ കൈവിട്ടിട്ടില്ല. സാമ്പത്തികമായും മാനസികമായും എല്ലാം തന്നെ അദ്ദേഹം വളരെയധികം സമാധാനം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത കേട്ട മലയാളികൾ എല്ലാവർക്കും വളരെയധികം സങ്കടം തന്നെയാണുള്ളത്. അതുമാത്രമല്ല, അദ്ദേഹം ഇതുപോലൊരു കടുങ്കൈ ചെയ്യുമെന്നും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത്രയുമധികം സമ്പത്തും ഇത്രയുമധികം ആരാധകരും പ്രശസ്തിയുമുള്ള അയാൾ ആത്മഹത്യ ചെയ്യണം എന്നിരുന്നെങ്കിൽ എത്രമധികം മാനസികമായ സമ്മർദ്ദത്തിലൂടെ കടന്നുപോയിട്ടുണ്ടാകുമെന്ന് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തിലെ ദുരൂഹതയെപ്പറ്റി ഇനിയും വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എന്തിനാണിത് ചെയ്തതോ എന്നും വ്യക്തമായ കാരണമോ എങ്ങനെയാണ് ചെയ്തത് എന്ന വ്യക്തമായ ഡീറ്റെയിൽസോ ഇന്നേ വരെ പുറത്തു വന്ന് മുഴുവനായി കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് സത്യം. എന്നിരുന്നാലും ആരാധകരും ഒരുപാട് മലയാളികളും ഇതിനിടെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്തിന് അദ്ദേഹം ഈ ഒരു കടുങ്കൈ ചെയ്തു എന്നത്. അതിന് ഉത്തരം എന്ന് ലഭിക്കും എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മലയാളികൾ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.